പലപ്പോഴും പലരും ചോദിക്കുന്നൊരു വിഷയമാണ്, ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ദായിമായി കൊണ്ടു നടക്കാൻ വളരെ ലളിതമായി എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന എന്തെങ്കിലും ദിക്റോ ദുആയൊക്കെ പറഞ്ഞു തരുമോ എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഇത്തരം ദുആകളും ദിക്റുകളൊക്കെ കാരണമാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വലിയ വലിയ സൂഫി വര്യന്മാരുടെ അടുക്കലേക്കൊക്കെ ചെന്നിട്ട് എന്തെങ്കിലും ചൊല്ലാൻ വേണ്ടിയിട്ട് അവരോട് അനുവാദം ചോദിക്കുമ്പോൾ, ഇജാസത്തൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ ചൊല്ലാൻ കെടുക്കുന്ന അത്ഭുതകരമാകുന്ന ഒരു ഇസ്മുണ്ട്, യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ. ഫദ്കുർ യാ ലത്തീഫ് ബഅദ സ്വലാത്തി സുബ്ഹി 129 മറ. യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ സുബ്ഹ് നിസ്കാരത്തിൻ്റെ ശേഷം 129 തവണ ചൊല്ലുകയും വബഅദ ദാലിക അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്, ഈ ആയത്ത് അതിനുശേഷം 7 തവണ പാരായണവും ചെയ്യുകയും ചെയ്താൽ ഫഇന്നഹു യുസ്തജാബു ലഹു ബിഇദ്നില്ലാഹി തആല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇജാബത്ത് നൽകാൻ കാരണമാകുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഇത്തരം ദിക്ർ ദുആകൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകളൊക്കെ കാരണമാകും. അതുകൊണ്ട് നമുക്കൊക്കെ പകർത്താവുന്ന വളരെ ലളിതമായൊരു രൂപമാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെ തൊട്ടും നമുക്ക് വലിയ കാവലായിട്ട് ഈ ഇസ്മും ഈ ആയത്തുകളും നാം ചൊല്ലുന്നതൊക്കെ ഖബൂലാക്കിയിട്ട് നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.